പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. ഗുഡ് മോർണിംഗ് പൊണ്ടാട്ടി. പുഞ്ചിരിയോടെ മഹി ഗൗരിയെ നോക്കി. വലിച്ചെടുത്ത് നെഞ്ചിലേക്കിടാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ കാന്താരിയൊന്ന് വരുതിയിലാക്കാൻ ഇത്തിരി പാടുപെടും. ദേ, നിങ്ങൾക്ക് കോഫി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോണം. ഇനി തണുത്തു പോയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേക്കല്ല. പിന്നെ ഇനി ലീലെടുത്തി തന്നാലേ കുടിക്കുള്ളൂ എന്നെങ്ങാനും എന്തെങ്കിലും വാശിയുണ്ടെങ്കിലേ 1 മാസം കഴിഞ്ഞ് കോഫി കുടിക്കാം. ഗൗരി അവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോവാണോ? എന്തേ? അവൾ തിരിഞ്ഞു നിന്നു. ആ കോഫി എടുത്ത് എൻ്റെ കയ്യിലോട്ട് താടി കൊച്ചേ. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ നോക്കി. കൈയുണ്ടല്ലോ, അങ്ങെടുത്ത് കുടിച്ചോ. വേണ്ടാത്ത ശീലം മുഴുവൻ പഠിപ്പിച്ചു വെച്ചേക്കുവാ എല്ലാവരും കൂടി. ഗൗരി പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. വേഗത്തിൽ തന്നെ അവൾ കറികളെല്ലാം വെച്ച് കഴിഞ്ഞു. വെള്ളരിക്കയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉലുവയും കടുകും ഒക്കെ പൊട്ടിച്ച് അത് നന്നായി താളിച്ചു. വറ്റൽമുളകൊക്കെ ചതച്ചിട്ട് അച്ചിങ്ങപ്പയർ നന്നായി ഉലർത്തി മെഴുക്കുപുരട്ടി വെച്ചു. കുറച്ച് കിളിമീൻ പൊരിക്കാനായി എടുത്ത് മസാല തിരുമ്മി വെച്ചു. തലേദിവസത്തെ കോവയ്ക്കാത്തോരനും ഫ്രിഡ്ജിലിരിപ്പുണ്ട്. മോളെ, നീ തനിച്ച് ആകെ മടുത്തൂലേ? എൻ്റെ ടീച്ചറമ്മേ, ഇതെല്ലാം ഞാൻ വീട്ടിലും ചെയ്തുകൊണ്ടിരുന്നതാ. ഇതൊക്കെ വലിയ സംഭവമാണോ? അവളൊരു ബൗളിലേക്ക് ചമ്മന്തി കടുക് വറുത്ത് വെച്ചു. കാസറോളിൽ ദോശയും ഇട്ടു വെച്ചു. കുറച്ച് നേന്ത്രപ്പഴം എടുത്ത് പുഴുങ്ങിയിരുന്നു. എല്ലാം കൊണ്ടുപോയി അവൾ ഡൈനിങ് ടേബിളിൽ നിർത്തി. മഹി ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഗൗരി മുറ്റമെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിരുന്നു. മോളെ, മഞ്ഞ് കൊള്ളേണ്ട, ജലദോഷം പിടിക്കും. പിന്നാമ്പുറമൊക്കെ വൈകിട്ട് അടിച്ചു വാരാം. കുഴപ്പമില്ല ടീച്ചറമ്മേ. എത്ര പെട്ടെന്നാണെന്നോ എല്ലാം ചെയ്തു തീർത്തത്. ചോറും കറികളും ഒക്കെ ആയിക്കഴിഞ്ഞു. അവൻ നോക്കുന്ന കണ്ട് സരസ്വതി ടീച്ചർ മകനോട് പറഞ്ഞു, ടീച്ചറമ്മേ. എന്താ കുട്ടി? ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോണം, ഞാൻ റെഡിയാവാൻ പോവാ. കഴിച്ചോളാം, മോള് പോയി ഒരുങ്ങിക്കോ. ഗൗരി സ്റ്റെപ്സ് കയറി വേഗത്തിൽ റൂമിലേക്ക് പോയി. മോനെ, നീയും വാടാ, കഴിക്ക്. എന്നിട്ട് ഗൗരിമോളെ സ്കൂളിലേക്കൊന്ന് ഇറക്ക്. അവർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇളം മഞ്ഞ നിറമുള്ള ഒരു കോട്ടൺ സാരിയായിരുന്നു അന്നത്തെ അവളുടെ വേഷം. ഗൗരി വേഗത്തിൽ ഞുറിവെടുത്ത് സാരി ഉടുത്തു. മുടി മുഴുവനായും പിന്നി മെടഞ്ഞിട്ടു. ഒരു കുഞ്ഞി പൊട്ടുതൊട്ട് നിറുകെ സിന്ദൂരം ചാർത്തി അവൾ തന്നെ ഒന്ന് നോക്കി. ഇന്നിത്തിരി സുന്ദരിയായിട്ടുണ്ട്. അവൾ സാരിയുടെ മുന്താണിയും പിടിച്ച് ഒന്ന് ഇടത്തേക്കും വലത്തേക്കും ചെരിഞ്ഞു. തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി വാതിൽപ്പടി നിൽക്കുന്ന മഹിയെ. ഇയാൾക്ക് ഈ പരിപാടി ഉണ്ടോ? അകത്തേക്ക് വന്നവനെ നെറ്റി ചൊളിച്ച് ഗൗരി ഒന്ന് നോക്കി. എന്തു പരിപാടി? അവന് സംശയമായി. അല്ല, ഈ ഒളിഞ്ഞു നോട്ടം ആരെയാടി ഒളിഞ്ഞു നോക്കി? ഞാൻ നേരെയല്ലേ നോക്കിയത്? ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ നോക്കിയെന്ന് സമ്മതിച്ചോ? ആ, നോക്കി. ഈ കണ്ണാടി മുന്നിൽ നിന്നേ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ട് വെറുതെ നോക്കി നിന്ന് പോയതാ, അല്ലാതെ നിന്റെ സൗന്ദര്യം ആസ്വദിക്കൊന്നും അല്ലായിരുന്നു. എളിക്ക് കയ്യും കൊടുത്തുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നവളെ മഹി മറുപടി കൊടുത്തു. ഞാൻ ആടുവോ പാടുവോ ഒക്കെ ചെയ്യും, അതെൻ്റെ സൗകര്യമാണ്, നിങ്ങളത് നോക്കാൻ വരണ്ട. ഗൗരി തൻ്റെ ബാഗിലേക്ക് പുസ്തകങ്ങളൊക്കെ പെറുക്കി വെച്ചു. ആഹാ, അത് പറയാൻ നീ ആരാടി? എനിക്ക് സൗകര്യമുള്ളപ്പോൾ നോക്കും. നിന്റെ എവിടെ വേണേലും നോക്കാനുള്ള അധികാരം എനിക്കുണ്ട്. കാണണോ നിനക്ക്? ഞാൻ നോക്കുന്നത് കാണണോ? അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് മഹി ചോദിച്ചു. ദേ, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അത് കാണണോ നിങ്ങൾക്ക്? അവൾക്കും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. പെട്ടെന്ന് മഹി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി ഗൗരിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കാണണം, നീ ഒന്ന് കണ്ണുകുത്തി പൊട്ടിച്ചേ. അവളുടെ മുഖത്തേക്ക് മുഖം അല്പം കൂടി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൻ അപ്പോൾ പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഗൗരി തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ കണ്ണിലേക്കൊന്ന് കുത്തിയത്. അവൻ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഈശ്വര, പണി പാളിയോ? ആ, എൻ്റെ കണ്ണ് പൊട്ടിച്ചല്ലടി നീ. മഹി വേദന കൊണ്ട് പുളയും പോലെ അഭിനയിച്ചു. അത് ഞാൻ പയ്യല്ലേ കുത്തിയത്? ഗൗരി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഒരക്ഷരം മിണ്ടരുത് നീ. എൻ്റെ അമ്മ എങ്ങോട്ട് വിളിക്കുക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ.
അമ്മേ. അവൻ വിളിക്കാൻ തുടങ്ങിയതും ഗൗരി അവൻ്റെ വായ മൂടി. പെട്ടെന്ന് അവൻ ബാലൻസ് കിട്ടാതെ എന്നപോലെ പിന്നിലേക്ക് മറിഞ്ഞു. അവൻ്റെ മുകളിലായി ഗൗരിയും. അപ്പോഴേക്കും താഴെ നിന്ന് ടീച്ചറമ്മ വിളിച്ചു. ഗൗരിമോളെ, നേരം പോന്നു. ദാ വരുന്നു ടീച്ചറമ്മേ. അവൾ അവൻ്റെ ദേഹത്തു നിന്നും എഴുന്നേൽക്കാൻ തുനിഞ്ഞതും മഹി അവളെ ഇറുക്കി പുണർന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ ഒരു കടി വെച്ച് കൊടുത്തിട്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ഇക്കുറി മഹിക്ക് ശരിക്കും വേദനിച്ചു. എടി. അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഗൗരി ഓടിക്കളഞ്ഞു. മഹിയാണെങ്കിൽ വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയിരുന്നു. എൻ്റെ അമ്മേ, എന്തൊരു കടിയാണ് ഇവൾ കടിച്ചത്. അവൻ കണ്ണാടി ചെന്ന് നോക്കി. അവൻ്റെ വെളുത്ത നെഞ്ചിലെ രോമങ്ങൾക്കിടയ്ക്ക് ചുവന്നു തിണർത്ത് കിടക്കുന്നു ഗൗരിയുടെ പല്ലിൻ്റെ പാട്. വേഗത്തിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് അവൻ താഴേക്ക് പാഞ്ഞു. സമയം പോകും ടീച്ചറമ്മേ. ഏട്ടൻ റെഡി ആയിട്ട് പോലും ഇല്ല. ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ മഹിയോട് പറഞ്ഞതാണല്ലോ മോളെ, നിന്നെ കൊണ്ടുപോയി വിടണമെന്ന്. എന്നിട്ടവൻ ഇതുവരെയായിട്ടും റെഡിയായില്ലേ? പോകാം ഗൗരി. പിന്നിൽ നിന്നും മഹിയുടെ ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടി. അവൻ ഇത്ര പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈശ്വര, പണി തരാനാണ്. അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ഗൗരി ചെരുപ്പെടുത്ത് കാലിലേക്കിട്ടു. മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗൗരി ചെന്ന് ഗേറ്റിൻ്റെ ഓടാമ്പലെടുത്തു. ഡോർ തുറന്ന് അവൾ കയറിയതും വണ്ടിയെടുത്തൊരൊറ്റ പാച്ചിലായിരുന്നു മഹി. ഗൗരി കണ്ണുകളടച്ച് ശ്വാസം പോലും പിടിച്ചു വെച്ചാണ് ഇരിക്കുന്നത്. സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തിയതും വണ്ടി നിന്നു. ഗൗരി കണ്ണ് തുറന്നു. തല ചെരിച്ച് നോക്കിയപ്പോൾ കണ്ടു ഗൗരവത്തിലിരിക്കുന്ന മഹിയെ. ഗൗരിക്കാണെങ്കിൽ വല്ലാത്ത വിങ്ങൽ പോലെ. മഹിയേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. അവൻ ഗൗരിയെ നോക്കി. വേദനിച്ചോ? അവൾ ചോദിച്ചതും അവൻ ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി. എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഊരി. അവൾ കടിച്ച പാട് അപ്പോഴും അങ്ങനെ തന്നെ ചുവന്ന് കിടക്കുന്നു. കണ്ടല്ലോ നീ, നിന്റെ നെഞ്ചിലും ഇതുപോലൊരു പാട് തരും ഞാനിന്ന് തന്നെ. എന്നിട്ട് നീ പറയ്, വേദനിക്കോ ഇല്ലയോ എന്ന്. അവനത് പറയുകയും ഗൗരിക്ക് തൻ്റെ വയറ്റിലൊരാന്തലായിരുന്നു. ഇറങ്ങ്, എനിക്ക് സമയം പോകുന്നു. അത് മഹിയേട്ടൻ എന്നെ അങ്ങനെ പിടിച്ച് നിങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടോണ്ടല്ലേ. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവൾ കൈവിരലുകൾ കോർത്തും അഴിച്ചും അവനെ നോക്കി പറഞ്ഞു. എന്നാൽ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ തൽക്കാലം നീ ഇറങ്ങാൻ നോക്കിക്കേ. ഇതെന്താ മഹിയേട്ടാ, കൊച്ചു കുട്ടികളെപ്പോലെ. ഗൗരി രംഗം ശാന്തമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പണിയാകുമെന്ന് അവൾക്ക് നല്ലോണം അറിയാം. ആരടി കൊച്ചു കുട്ടികളെപ്പോലെ കാണിച്ചത്? ആദ്യം നീ എൻ്റെ കണ്ണിൽ കുത്തി, അത് പോട്ടേന്ന് വെച്ചു. ക്ഷമിച്ചപ്പോൾ നീ എന്നെ കടിച്ചു പറിച്ചു. അവൻ കലിപ്പിൽ തന്നെയാണ് ഇപ്പോഴും. സോറി മഹിയേട്ടാ, ഇനി ആവർത്തിക്കില്ല. അവൾ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇനി നീ നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്തായിരിക്കും നിനക്ക് തരാൻ പോകുന്നത്. അതും പറഞ്ഞുകൊണ്ട് മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. കുറച്ചു ദൂരം ചെന്നിട്ട് അവൻ പൊട്ടിച്ചിരിച്ചു ഉറക്കെ. ഗൗരി, നീ പെട്ടു. ഈ മഹി ആരാണെന്ന് ഇന്ന് നീ അറിയുമോളെ. സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് പോകുമ്പോഴും ഗൗരിക്ക് മഹി പറഞ്ഞ വാചകങ്ങൾ ഓർത്തപ്പോൾ പേടി തോന്നി. എൻ്റെ ഗുരുവായൂരപ്പാ, ഏത് നേരത്താണോ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഓർക്കും തോറും തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിപ്പോയി അവൾക്ക്. അങ്ങനെ വിട്ടാലും പറ്റില്ല. വിളച്ചിലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലേ അയാൾ വിവരം അറിയും. അല്ല പിന്നെ ഈ ഗൗരി ആരാണെന്ന് അറിയിക്കും ഞാൻ. സ്വയം മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് ഗൗരി സ്റ്റാഫ് റൂമിലേക്ക് പോയി. ടി വിയും കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നപ്പോഴാണ് സരസ്വതി ടീച്ചറിനെ രണ്ടാമത്തെ മരുമകൾ ഹിമ വിളിക്കുന്നത്. ഹലോ മോളെ. ആ അമ്മേ, ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ? അതെ മോളെ, ലീല വീട് വരെ പോയിരിക്കുവാ. ഞാൻ അറിഞ്ഞമ്മേ, മഹി വിളിച്ചിരുന്നു ഏട്ടനെ. കുഞ്ഞെവിടെ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൾ ഉറങ്ങിയമ്മേ. ഇന്നിത്തിരി നേരത്തെ ഉണർന്നിരുന്നു. ആ അമ്മേ, ഞാനൊരു കാര്യം കൂടി ചോദിക്കാനാണ് വിളിച്ചത്. എന്താ മോളെ? മഹിയും ഗൗരി എങ്ങനെയാണമ്മേ? സ്നേഹമൊക്കെ ആയോ? ഇല്ല കുട്ടി. നേരെ നോക്കി അവൻ ഇപ്പോഴും അവളുടെ മെക്കിട്ട് കയറാൻ ചെല്ലും. ഇന്നലെ ആണെങ്കിൽ ലീല പോയതുകൊണ്ട് അടുക്കളപ്പണിക്കൊക്കെ ഒരു പെണ്ണിനെ വിളിക്കാനായിരുന്നു ഞാൻ. അപ്പോഴേക്കും അവനത് തടഞ്ഞു. ഗൗരി ഉണ്ടല്ലോ ഇവിടെയെന്ന് അവൻ പറയുക മോളെ. ശോ, എന്നിട്ടോ അവൾക്ക് സങ്കടമായോ?
ഗൗരി പറഞ്ഞു, ഓളെല്ലാം ചെയ്തോളാം, ആരെ ഇനിയും വിളിക്കണ്ടെന്ന്. പാവമല്ലേ അമ്മേ? അതേ മോളെ, അവളൊരു പാവമായതുകൊണ്ട് അവനിട്ടൊന്ന് പൊട്ടിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു എനിക്കപ്പോൾ. സാരില്ലമ്മേ, നമുക്കൊരു വഴിയുണ്ടാക്കാം. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ? എന്താ മോളെ? അത് പിന്നെ അമ്മേ, അമ്മ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വാ. ലീലടുത്ത് ഇല്ലല്ലോ അവിടെ. അമ്മയും കൂടി പോന്നാലേ അവർ രണ്ടാളും കൂടി അടുക്കാൻ അതൊരു കാരണമാകും. അല്ലാതെ ഇങ്ങനെ വിട്ടാലും പറ്റില്ല. ടീച്ചർ ഒന്ന് ആലോചിച്ചു. കാര്യം ശരിയാണ് കുട്ടി. പക്ഷേ അവൻ ചിലപ്പോഴൊക്കെ പാതിരാത്രിയാവും വരുന്നേ. അതുവരെ ഗൗരിമോൾ ഒറ്റയ്ക്ക്. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ അവനോട് കാര്യം പറയാം നമുക്ക്. നേരത്തെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞാൽ അവന് വരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാവണം. ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ്റെ മദ്യപാനം കുറയുകയും ചെയ്യും. അവൾ പിന്നെയും ഓരോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം മോളെ. മതി അമ്മേ. എന്നിട്ട് വേണം ഏട്ടനെ കൊണ്ട് അവനെ വിളിപ്പിക്കാൻ. എനിക്ക് എന്തെങ്കിലും വയ്യാഴികയാണ്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അമ്മയെ കൊണ്ടുവരുന്നതാണെന്ന് പറയാം അവനോട്. ആ, എങ്കിൽ നീ വെച്ചോളൂ കുട്ടി. ഫോൺ വെച്ച് കഴിഞ്ഞതും ടീച്ചർ ആലോചനയോടെ ഇരുന്നു. ഹിമ പറഞ്ഞതിലും കാര്യമുണ്ട്. താനും കൂടി ഇവിടുന്ന് മാറിയാൽ ചിലപ്പോൾ. അവർ കസേരയിലേക്ക് ചാരിക്കിടന്നു. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിച്ചു. എന്നിട്ടവർ ഫോണെടുത്ത് ഹിമയെ വിളിച്ചു. ഹലോ അമ്മേ. ആ മോളെ, അമ്മ എന്ത് തീരുമാനിച്ചു? വരുന്നുണ്ടോ ഇങ്ങോട്ട്? എന്നാൽ പിന്നെ ഞാൻ അവിടേക്ക് വരാം. ഇനി ഒരുപക്ഷെ എല്ലാം നല്ലതിനാണെങ്കിലോ? എല്ലാം ശരിയാകും അമ്മേ. ഞാനേ മഹിയെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമ്മുടെ രാജീവ് ചേട്ടനെ കൂട്ടി അമ്മ ഇങ്ങോട്ട് പുറപ്പെട്ടോളൂ. ഹിമയാണെങ്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. മഹി വിളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണമെന്നും വേറെ ആരും ഇതൊന്നും അറിയരുതെന്നും അവൾ ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ടീച്ചറമ്മ സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞതിന് പ്രകാരം ഗൗരി ഉച്ചയ്ക്ക് ലീവെടുത്ത് വീട്ടിലേക്ക് വന്നു. ടീച്ചറിന് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ എന്ന് അവൾ ആദ്യം പേടിച്ചു. വേഗം തന്നെ അവരെ ഫോൺ വിളിച്ചു. കുഴപ്പമില്ലെന്നറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. മുറിയിലേക്ക് വന്ന ഗൗരി കണ്ടത് തൻ്റെ ഡ്രസ്സുകളെല്ലാം പായ്ക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിനെയാണ്. ടീച്ചറമ്മേ, അവൾ ഉറക്കം വിളിച്ചു. ആ, മോള് വന്നോ? അവരവളെ നോക്കി പുഞ്ചിരിച്ചു. ഇതെങ്ങോട്ടാ? എല്ലാം പായ്ക്ക് ചെയ്തുല്ലോ. അത് മോളെ, ഞാൻ കുറച്ച് ദിവസം സിത്തുവിൻ്റെ അടുത്തേക്ക് പോവാ. ബാംഗ്ലൂരിലോ? അവൾ അന്താളിച്ചു. അതേ മോളെ, ഹിമയ്ക്ക് ചിക്കൻ പോക്സ് ആണെന്ന്. സിത്തുവിന് ജോലിക്ക് പോകണം. അവൾക്ക് തീരെ വയ്യ, കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പോലും. അവിടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ചേട്ടൻ്റെ കൂടെ ദുബായിലല്ലേ മോളെ. അതുകൊണ്ട് എന്നോട് 2 മാസത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വണ്ടിയെല്ലാം അവൻ വിളിച്ച് റെഡിയാക്കി. കേട്ടത് വിശ്വസിക്കാനാവാതെ വിഷമിച്ച് നിന്നുപോയി ഗൗരി. ടീച്ചറമ്മ പോയാൽ താൻ ഇവിടെ ഒറ്റയ്ക്ക്. ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു. പക്ഷേ തനിക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല. കാരണം ഏട്ടത്തിക്ക് വയ്യാതെ കിടക്കുന്നു. അവൾ വിഷമത്തോടെ അവരെ നോക്കി. എൻ്റെ കുട്ടിക്ക് സങ്കടമായോ? സരസ്വതി ടീച്ചർ എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. കുഴപ്പമില്ല ടീച്ചറെ, പോകാതെ വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ. പോയിട്ട് വരാം മോളെ. അവൾക്ക് വയ്യാത്തോണ്ടല്ലേ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ. ടീച്ചറെല്ലാം പാക്ക് ചെയ്തോ? ആ, എൻ്റെ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ആ ദിവാകരനെ വിളിപ്പിച്ച് കിഴക്കുവശത്ത് നിന്ന് 2 കുല വെപ്പിച്ചു. അതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമല്ലേ എല്ലാവരും ഇവിടുന്ന് പോയേ. മഹിയുടെ കാർ വന്ന് മുറ്റത്ത് നിന്നതും ടീച്ചറിൻ്റെ ഉള്ളിൽ പെരുമ്പറ കൊട്ടി. അവൻ ബഹളം കൂട്ടും, അതവർക്ക് നന്നായി അറിയാം. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാനുള്ള കണക്കുകൂട്ടലിൽ ടീച്ചർ കട്ടിലിൽ തന്നെ ഇരുന്നു. അമ്മേ, അല്പം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ കയറി വന്നു. സിത്തുവായിട്ടും വിളിച്ചിരുന്നു. അമ്മ ബാംഗ്ലൂർക്ക് പോവാ? അവൻ മുറിയിലേക്ക് കയറി വന്ന് ടീച്ചറിനോട് ചോദിച്ചു. ആഹാ, അമ്മ പോകാനായി റെഡി ആയിരിക്കുവാണോ? എല്ലാം പായ്ക്ക് വരെ ചെയ്ത് കഴിഞ്ഞല്ലോ. ടീച്ചറിനെ ദേഷ്യത്തിൽ നോക്കുകയാണവൻ. ഹിമ വയ്യാണ്ട് കിടക്കുമല്ലേ മോനെ. അവൾ ആ കുഞ്ഞിനെയും വെച്ച് ആകെ വലഞ്ഞു. ആരെങ്കിലും ചെന്നില്ലെങ്കിൽ മോശമല്ലേ. അവിടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആരാ പോകാനുള്ളത്? സിത്തു വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ നിഷ്കളങ്കമായ ഭാവത്തിൽ തന്നെ ടീച്ചർ മകന് മറുപടി നൽകി. അമ്മ പോയാൽ പിന്നെ ഇവിടെ ഇവൾക്കാരാ കൂട്ട്?
ഞാൻ മിക്കവാറും വരുന്നത് പാതിരാത്രിയില്ല. ഗൗരിയെ ചൂണ്ടിയാണ് മഹി അമ്മയോടത് ചോദിച്ചത്. മോനെ, നീ കുറച്ച് ദിവസത്തേക്ക് ഇത്തിരി നേരത്തെ എത്തണം. അമ്മ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഗൗരിമോളെ നീ ഒറ്റയ്ക്കാക്കരുത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഓഫീസിൽ 100 കൂട്ടം ജോലികളുണ്ട്. ചിലപ്പോൾ പെട്ടെന്നാവും ഓരോരോ ബിസിനസ് ട്രിപ്പുകൾ ആവശ്യമായി വരുന്നത്. ഇവിടെ ഇവക്ക് കൂട്ടിരുന്നാൽ എൻ്റെ ജോലിയെല്ലാം ആര് നോക്കും? അവൻ ക്ഷുഭിതനായി. എൻ്റെ മഹിക്കുട്ട, 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ മോനെ. എൻ്റെ കാര്യോർത്ത് ടീച്ചറമ്മ വിഷമിക്കണ്ട. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയിക്കോളാം. ഗൗരി അത് പറയുകയും മഹിയും ടീച്ചറമ്മയും ഒരുപോലെ ഞെട്ടി. രണ്ടാളെ ഒരുമിപ്പിക്കാനാണ് തൻ്റെ യാത്ര പോലും. അപ്പോഴാണ് ഗൗരി പറയുന്നത് അവൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയിക്കോളാന്ന്. അതൊന്നും വേണ്ട മോളെ, മഹി എത്തിക്കോളും. ടീച്ചറെ, മുറ്റത്ത് നിന്നും രാജീവൻ ഉറക്കം വിളിച്ചു. മഹിയുടെ ഡ്രൈവറാണ് രാജീവൻ. അയാളെ വിളിച്ച് സിത്തു വണ്ടി ഏർപ്പാടാക്കിയിരുന്നു. മഹിയെ ഒരു പ്രകാരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ടീച്ചർ പോവാനായി തയ്യാറായി. ഗൗരിയാണ് അവരുടെ ബാഗെടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചത്. അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു മുത്തം കൊടുത്തിട്ട് ടീച്ചർ മഹിയെ അവരുടെ അരികിലേക്ക് വിളിച്ചു. മോനെ, അമ്മ പോകുന്നതിൽ നിനക്ക് ദേഷ്യമുണ്ടെന്നറിയാം. പക്ഷേ അവസ്ഥ ഇതായി. നീ നേരത്തെ വന്നേക്കണോ എല്ലാ ദിവസവും. ആ കുട്ടിയെ ഒറ്റയ്ക്കാക്കല്ലേ. കൂടുതൽ പറയാൻ നിന്നാൽ മകൻ പിന്നെയും ദേഷ്യത്തിൽ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലോ എന്ന് കരുതി ടീച്ചർ അത്രയും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. വൈകാതെ അവരുടെ വണ്ടി ഗേറ്റ് കടന്നു പോയി. മിഴികൾ തുടച്ചുകൊണ്ട് ഗൗരി റൂമിലേക്ക് കയറി വന്നപ്പോൾ മഹി ബെഡിൽ കിടക്കുകയാണ്. അവൾ കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സും എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി. താനും മഹിയേട്ടനും ഒറ്റയ്ക്ക്, അതും 2 മാസം. ഓർക്കുമ്പോൾ വല്ലാത്ത ഭയം വന്ന് പൊതിയും പോലെ. കുറേയേറെ വെള്ളം തലയിൽ കോരി ഒഴിച്ചിട്ടും ഗൗരിക്ക് മതിയാകുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും എൻ്റെ ഈശ്വര? എൻ്റെ ജീവിതം ഇനിയും പരീക്ഷണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ നീ? കുളി കഴിഞ്ഞ് ഈറൻമുടി തോർത്തിക്കൊണ്ട് അവൾ മുറിയിലേക്ക് വന്നു. മഹി അപ്പോൾ എന്തോ തിരയുകയാണ്. അവളെ കണ്ടതും അവൻ അടിമുടി ഗൗരിയൊന്നു നോക്കി. വല്ലാതെ ചൂളിപ്പോകും പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. അവൾ മെല്ലെ മുഖം കൊനിച്ചു. ഡി. അല്പം ഉറക്കം മഹി വിളിച്ചതും ഗൗരി ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി. മുറിവിന് പുരട്ടുന്ന ഓയിൽമെൻ്റ് ഉണ്ടോ ഇവിടെ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൾ ബെറ്റാഡിയൻ സൊല്യൂഷനും ക്രീമും എടുത്തു. എന്തു പറ്റിയേട്ടാ? എവിടെയാണ് മുറിഞ്ഞത്? അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കൊന്നും അറിയില്ലല്ലേ? മഹി ബെഡിലേക്കിരുന്നു. എന്നിട്ട് തൻ്റെ ഇന്നർ ബനിയൻ അല്പം താഴ്ത്തിയിട്ട് അവളെ നോക്കി. താൻ കടിച്ച പാട് വല്ലാതെ തിണർത്ത് കിടക്കുന്നു. രാവിലെ കണ്ടതിലും നന്നായി വീങ്ങിയിരിക്കുന്നു. ഗൗരിക്കത് കണ്ടതും എൻ്റെ ഒരു കുറ്റബോധം പോയി. അവൾ മുഖം കൊനിച്ചു. തേച്ച് താടി. അവൻ ഒച്ച വെച്ചതും ഗൗരി അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. എന്നിട്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് അതൊന്ന് തുടച്ചു. മഹിക്ക് വല്ലാത്ത നീറ്റൽ തോന്നിയതും ഗൗരി കൈ പിൻവലിച്ചു. വേദനയുണ്ടോ ഏട്ടാ? അവളുടെ ശബ്ദം ചിലമ്പിച്ചു. മിണ്ടരുത് നീ ഒരക്ഷരം പോലും. അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി പറഞ്ഞു. ഒരു തരത്തിൽ അവൾ ക്രീമും കൂടിയെടുത്ത് പുരട്ടി. എന്നിട്ട് തിരികെ പോകാനായി ഭാവിച്ചതും മഹി പെട്ടെന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു. അങ്ങനെങ്ങ് പോയാലോ? ഈ വേദന നീയും കൂടി അറിയണം. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. തുടരും. കഥ കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്കും തരണം കേട്ടോ. സ്നേഹത്തോടെ മിത്രവിന്ദ.